കുഞ്ഞുങ്ങളിൽ പൊടിപ്പാൽ കൊടുക്കുന്നത് ചില കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വരും. ആ കുഞ്ഞുങ്ങൾക്ക് യൂറിൻ കുറയുകയാണ്, അമ്മയുടെ പാല് അത്രയ്ക്ക് വരുന്നില്ല എങ്കിൽ ചിലപ്പം ട്രിപ്ലെറ്റ്സ് ആയിരിക്കും അല്ലെങ്കിൽ ട്വിൻസ് ആയിരിക്കും. അപ്പൊ അമ്മയ്ക്ക് രണ്ട് കുട്ടികൾക്ക് ചിലപ്പോൾ പാല് തികഞ്ഞില്ലെന്ന് വരും. അങ്ങനെയാണെങ്കിൽ പൊടിപ്പാല് കൊടുക്കേണ്ടി വരാം. പൊടിപ്പാല് കൊടുക്കുകയാണെങ്കിൽ മാക്സിമം ബോട്ടിലിൽ കൊടുക്കാതിരിക്കാൻ നോക്കുക. പൊടിപ്പാല് കൊടുക്കുന്ന പാത്രങ്ങൾ സ്റ്റെറിലൈസ് ചെയ്യണം. ഓരോ പ്രാവശ്യവും അതിനെ 3 സ്റ്റെപ്പിൽ, ആദ്യത്തെ സ്റ്റെപ്പിൽ നമുക്ക് സോപ്പ് വെള്ളം വെച്ച് കഴുകിയിട്ട്, രണ്ടാമത്തെ സ്റ്റെപ്പിൽ ചൂടുവെള്ളം വെച്ച് കഴുകി, മൂന്നാം സ്റ്റെപ്പിൽ തിളച്ച വെള്ളത്തിൽ 15 മിനിറ്റ് മുക്കി വെച്ചിട്ട് ആ പാത്രം വെച്ചിട്ടാണ് നമ്മൾ പൊടിപ്പാല് കൊടുക്കുന്നത്. പൊടിപ്പാല് മിക്സ് ചെയ്യുന്ന അളവ് സാധാരണ ഒരു 30 ml 1 സ്കൂപ്പ് പൊടി വെച്ചിട്ടാണ്. അപ്പോൾ 30 ml വെള്ളം അല്ലെങ്കിൽ 60 ml വെള്ളത്തിൽ 2 സ്കൂപ്പ് പൊടി വെച്ചിട്ടാണ്, അല്ലെങ്കിൽ 90 ml 3 സ്കൂപ്പ്. അപ്പൊ ഈ വെള്ളം ആദ്യം ഓരോ തവണ തിളപ്പിക്കണം. ഫ്ലാസ്കിൽ നിന്ന് എടുത്ത് പൊടിപ്പാൽ ഉണ്ടാക്കാൻ പാടില്ല. കുഞ്ഞിന് എത്ര കൊടുക്കണം എന്ന് ചോദിച്ചാൽ കുഞ്ഞ് എത്ര കുടിക്കും അത്രയും കൊടുക്കുക. അപ്പോൾ ചില കുഞ്ഞുങ്ങൾ 90 ml ആയിരിക്കും, ചിലപ്പോൾ 100 ml ആയിരിക്കും, ചിലപ്പോൾ 120 ml ആയിരിക്കും. 150 ml ആണെങ്കിൽ 150 ml വെള്ളം തിളപ്പിച്ച് 5 സ്കൂപ്പ് പൊടി ഇട്ടിട്ട് പൊടിപ്പാല് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. തീർച്ചയായും കൊടുത്തതിന് ശേഷം ഗ്യാസ് കളയാൻ നോക്കുക. കുഞ്ഞ് അടുത്ത ഫീഡിങ് ആകുമ്പോൾ വീണ്ടും ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. ബാക്കി വരുന്ന പാൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല, അത് കളയേണ്ടി വരും.